ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 8 നോമ്പിൻ്റെ 4-ാം ദിവസമായ ഇന്നത്തെ വിചിന്തന വിഷയം പരിശുദ്ധ മറിയത്തിൻ്റെ മൗനം എന്നതാണ്. പരിശുദ്ധ അമ്മയുടെ മൗനത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. അതുപോലെ 51-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നും വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടും ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കാണാതായ സംഭവവുമായി ബന്ധപ്പെട്ടുമാണ് ഈ വചനങ്ങൾ. മറിയത്തിൻ്റെ മൗനം 2 വിചിന്തനങ്ങളാണ് നമുക്ക് നൽകുന്നത്. ഒന്നാമതായി, ശബ്ദായമാനമായ ഈ കാലത്ത് ബഹളങ്ങളിൽ നിന്നും കണ്ഠക്ഷോഭങ്ങളിൽ നിന്നും അകന്നു നിന്ന് ദൈവസ്വരം കേൾക്കുന്നതിനുള്ള ആഹ്വാനമാണത്. തീരദേശങ്ങളെ നിശബ്ദമായിരുന്ന് എൻ്റെ വാക്ക് കേൾപ്പീൻ എന്നുള്ള യേശയ്യ 41-ാം അധ്യായം 1-ാം വാക്യത്തിലെ ആഹ്വാനവും, ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ല എന്ന യേശയ്യ 43:8 പരിദേവനവും നമുക്കുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. മറിയത്തിൻ്റെ മൗനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നിശബ്ദമായിരുന്ന് ദൈവത്തിൻ്റെ സ്വരത്തിന് കാതോർക്കുക, എന്നിട്ട് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നതാണ്. രണ്ടാമതായി, മറിയം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കേൾക്കുക ാകാതെ അത് അനുവർത്തിക്കുന്നവരാകുകയും. കേട്ടത് മറക്കുന്നവനല്ല, അത് പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായും നിയമത്തെ ഗ്രഹിക്കുന്നത്. പ്രവൃത്തിയില്ലാത്തിടത്തോളം എല്ലാ കേൾവിയും പാതി വഴിയിൽ നിലച്ചു പോകുന്നവയാണ്. അതുകൊണ്ട് മറിയത്തെ പോലെ ദൈവസ്വരം കേൾക്കുന്നതിനും ബഹളങ്ങളിൽ നിന്ന് അകന്നു മാറി നിന്ന് നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നതിനും അത് ധ്യാനത്തിലേക്കും മനനത്തിലേക്കും നമ്മെ നയിക്കട്ടെ എന്നും ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.